ഈ ബഹളങ്ങൾക്കിടയിൽ വളരെ വിചിത്രമായ ചില അവകാശവാദങ്ങളുമായി നമ്മുടെ വഖഫ് ഭൂമിയെന്ന് കേസും മറുവശത്ത് തങ്ങളുടേതാണെന്നും പറഞ്ഞ് നടക്കുന്ന മുനമ്പം വിഷയത്തിൽ കോടതി അവരോട് കരം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അന്തിമ വിധിക്ക് വിധേയമായി കരം സ്വീകരിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത്. അങ്ങനെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തടസ്സപ്പെട്ടിരുന്ന കരമടയ്ക്കൽ പ്രക്രിയ അവിടെ നടന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചർച്ചകളുമൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. BJPയുടെ ചില കൊച്ചു കൊച്ചു നേതാക്കൾ അവകാശപ്പെടുന്നത് അത് തങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമത്തെ തുടർന്നാണെന്നും അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിജിക്കും അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചില പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. അത് അവാസ്തവമാണ്, പച്ചക്കള്ളമാണ്, ബടക്കാക്കി തനിക്കാക്കലാണ്. അതുമായി യാതൊരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ ഈ മുനമ്പം വിഷയം ഉണ്ടായത് തന്നെ ഈ കരം സ്വീകരിക്കുന്നതിന് വൈമുഖ്യം കാണിച്ചപ്പോഴാണ്. നേരത്തെയൊക്കെ ഈ കരം അടച്ചു പോകുമായിരുന്നു. അവിടെ തർക്കങ്ങളുണ്ടെങ്കിലും കരം വാങ്ങും, കോടതി അതിൻ്റെ വഴിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് നീങ്ങും, കേസുമൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് നാളായിട്ട്. പക്ഷേ ആ കരം വാങ്ങിക്കൽ നിർത്തിയപ്പോഴാണ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വന്നത്. അത് കൈകാര്യം ചെയ്തതിൻ്റെ ഒരു വീഴ്ചയായിരുന്നു. അവിടെ അങ്ങനൊരു വിഷയം കത്തിപ്പടർന്നപ്പോൾ തന്നെ അതിനെ വൈകാരികമാക്കാതെയും ഇതുപോലെ തന്നെ ഈ ജാതി ധ്രുവീകരണത്തിന് വഴിതെളിക്കാതെയും അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി നേരിട്ട് വന്ന് സഭാപിതാക്കന്മാരെ കണ്ടത് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഒരുപാട് പേർ ലീഗുകാരെ വിമർശിച്ചെങ്കിലും ആ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഈ വഖഫ് നിയമമൊക്കെ പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. എന്നിട്ടിവിടെ വല്ലാത്ത അങ്ങ് ചർച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു. കിരൺ റിജ്ജു വരുന്നു, കേക്ക് കൊടുക്കുന്നു, കേക്ക് മുറിക്കുന്നു, പലതും നടക്കുന്നു. അന്നൊക്കെ എല്ലാവരും ചോദിച്ച് ആ നിയമം പാസ്സാകുന്നതോടുകൂടി എല്ലാവരുടെയും പ്രമാണം വാങ്ങിച്ച് കൈ കൊടുത്ത് അവരെ വിജയികളായി പ്രഖ്യാപിച്ച് പോവും എന്നൊക്കെയാണ് പറഞ്ഞത്. വഖഫ് ബില്ല് പാസ്സായപ്പോൾ ഇവിടെ കയ്യടിയൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ പതിയെ പതിയെ തിരിച്ചറിഞ്ഞു ഈ കേസ് പുതിയതായി പാസ്സാക്കിയ വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് മാത്രമല്ല, അത് വീണ്ടും വീണ്ടും കുരുങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴും കിടക്കുന്നത്. പിന്നെ വളരെ പ്രായോഗികവും താൽക്കാലികവുമായ ഒരു ആശ്വാസമാണ് ഇവർക്ക് കരമടയ്ക്കാൻ അവസരം നൽകിയെന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ കോടതിയിൽ എന്തെങ്കിലും ഒരു പ്രയറുമായി ചെല്ലുമ്പോൾ കോടതി പല കാര്യങ്ങളും ഇൻ്ററിമായി അംഗീകരിക്കാറുണ്ട്. എന്നിട്ട് അന്തിമ വിധിക്ക് വിധേയമാണ് അതെന്ന് പറയും. അങ്ങനെ അന്തിമ വിധിക്ക് വിധേയമായി കോടതി നിർദ്ദേശപ്രകാരം കരമടച്ചതിനെയാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ച് പുതിയ വഖഫ് ബോർഡിൻ്റെ ആ നിയമത്തിന്, ബില്ലിന് അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ട് ഉറിയെ വരെ ചിരിപ്പിക്കുന്നത്.